ഈ ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. അതുപോലെയാണോ ഇപ്പം ഈ മൂന്നാം ഊഴത്തിന് വേണ്ടി പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ ഉറപ്പിക്കുമോ BJP-യുമായിട്ട്? അല്ലെ, മൂന്നാം ഊഴത്തിന് വേണ്ടി ഉറപ്പിക്കുമോ എന്ന സംശയത്തിൻ്റെക്കാളും എളുപ്പം രണ്ടാം ഊഴത്തിന് വേണ്ടി ചെയ്ത അതേ ഡീൽ മൂന്നാം ഊഴത്തിന് വേണ്ടി അതിനേക്കാൾ ഭംഗിയായി ചെയ്യും. കാരണം രണ്ടാം ഊഴത്തിന് വേണ്ടി ഡീൽ ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്ത ഇടപെടൽ കാരണം നേമത്ത് അവരുടെ സീറ്റ് CPM തന്നെ നിലനിർത്തിയതിൻ്റെ നഷ്ടം മുഴുവൻ തൃശ്ശൂർ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട്. ഈ മസ്കറ്റ് ഹോട്ടലിൽ സമാധാന ചർച്ചയാണ് CPM-ഉം ഈ RSS-ഉം തമ്മിൽ ശ്രീ M-ൻ്റെ സാന്നിധ്യത്തിൽ നടന്നത്. സമാധാന ചർച്ചയാണെങ്കിൽ ആ സമാധാന ചർച്ചയെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പ് ഒരു ബ്രീഫിംഗ് നടത്താൻ രണ്ട് കക്ഷികളും ബാധ്യസ്ഥരല്ലേ? മാധ്യമങ്ങൾ മുഴുവൻ കടക്കു പുറത്തെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിക്കൊണ്ട്, കാരണം അത്രയും പ്രകോപിതനായ ഒരു രാഷ്ട്രീയ നേതാവ് മാറണമെങ്കിൽ അത്രയും ഗോപ്യമായിട്ടുള്ള കാര്യമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 30 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുക്ത ഭാരതം, രാഹുൽ ഗാന്ധിയാണ് വയനാട് എന്നുള്ള MP. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഹോം സ്റ്റേറ്റാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക, ഒരു സ്റ്റേറ്റ് BJP CPM ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് യാതൊരു കാര്യവും വരാനില്ല. പക്ഷെ കോൺഗ്രസ് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക്, അത് BJP-ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശത്രുവിൻ്റെ ശത്രു മിത്രമായിരുന്നു. അന്നത്തെ മധ്യസ്ഥ ഇടപാടിന് ഒരു പ്രതിഫലം എന്നോണമെന്നാണ്, അല്ലെങ്കിൽ ഒരു സാന്ത്വനം എന്നോണമെന്നാണ് ശ്രീ M-ന് ഭൂമി അനുവദിച്ചത് 99 വർഷത്തേക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ മാധ്യമങ്ങൾ വോട്ടെണ്ണുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ 4 സീറ്റ് BJP-ക്ക്. അന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും കേരളം നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തോ? കേരളത്തിൽ ഇതൊക്കെ സാധ്യമാണോ? നിങ്ങൾക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ക്ലോസ് ആയിട്ട് വരുമെന്ന് പറയാം, പിന്നെ ബാക്കി 3 സീറ്റ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചെടുത്ത് എല്ലാ കഥകളും ജനലുകളും തുറന്നിട്ടുകൊണ്ട് ചിറയിൻകീഴ്, തിരുവനന്തപുരം ചിറയിൻകീഴ് ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് മുരളീധരൻ വിളിപ്പുറത്ത് നിൽക്കുകയാണെന്നുള്ളത് 2 മുന്നണിയും അറിഞ്ഞതേയില്ല. CPM-ൻ്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി മത്സരിച്ച മണ്ഡലത്തിലെ CPM പിടിച്ച വോട്ട് 2ാം സ്ഥാനത്തൊക്കെ വന്നു. CPM പിടിച്ച പരമ്പരാഗത വോട്ടുകളുടെ കേന്ദ്രം ഒന്നെടുത്ത് നിങ്ങൾ വിലയിരുത്തണം. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ഇനി തൃശ്ശൂർ എന്തിനാണ് പൂരം കലക്കിയത്? ഒരു ഇടതുപക്ഷ ഇത് ഞങ്ങളുടെ ആരോപണമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സാക്ഷാൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുനിൽകുമാർ എന്ന് പറയുന്ന നേതാവാണ് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് പൂരം കലക്കിയതാണ്. റിപ്പോർട്ടും ഏകദേശം ആ രീതിയിലാണ്. ഒരു ഉത്സവത്തിൽ അതിനെ ഒരു ഹിന്ദുവിനെതിരാണ് സ്റ്റേറ്റ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സംവിധാനം അവിടെ കൊണ്ടുവന്നെത്തിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് നിർമ്മല സീതാരാമനെ കേരളത്തിലെ മുഖ്യമന്ത്രി പോയി കാണേണ്ടത് അവരുടെ ഓഫീസിലല്ലേ? എന്തിനാണ് അനൗപചാരികമായി ഇപ്പോൾ ഭാരതാംബ വിവാദത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു RSS ഗവർണറായിരുന്നു. ഇയാൾ അങ്ങനെയല്ല, സർട്ടിഫിക്കറ്റ് കൊടുത്ത സാക്ഷാൽ പിണറായി വിജയനാണ്. ഈ മാന്യദേഹത്തിനെയും വിളിച്ചുകൊണ്ടാണ് കേരള ഹൗസിൽ നിർമ്മല സീതാരാമൻജിയെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഔദ്യോഗിക ചർച്ചയാണെങ്കിൽ നിങ്ങൾ അത് മന്ത്രിയുടെ ഓഫീസിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തേണ്ടത്. അനൗദ്യോഗിക ചർച്ചയുടെ അജണ്ട എന്തായിരുന്നു? എന്താണ് ചർച്ച ചെയ്ത വിഷയം? അതിൽ ഗവർണറുടെ റോൾ എന്താണ്? BJP നേതാവ് കൂടിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ എന്താണ് പറഞ്ഞത്? ഇതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത്രയും ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ ആലോചിക്കണം, നമ്മളൊരു ബനാന സ്റ്റേറ്റ് പുറത്തുള്ളൊരിതാണ്. ആരും തന്നെ ഇതിൻ്റെ ഭരണവൈകല്യങ്ങളുടെ ആഴത്തിലേക്ക് പോകുന്നില്ല. 14 പേരാണ് പേവിഷബാധയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടും മരിച്ചത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കേരളത്തിലെ ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത് റേഷൻ കടകളിലെ കമ്പ്യൂട്ടർ അടിക്കടി തകരാറിലാകുന്നത് എന്തുകൊണ്ടാണ്? ഗുണനിലവാരം കുറഞ്ഞ കുന്നംകുളം മെയ്ഡ് കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ്. അതുപോലെയാണ് ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ വാങ്ങിക്കൂട്ടി 14 പേരെ കൊലയ്ക്ക് കൊടുത്തു. ആരോഗ്യ മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നേരിട്ട് കാണുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എടുത്തു നോക്കൂ, 600 സ്റ്റാഫിനെയാണ് നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി HDC കമ്മിറ്റി
ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് പഴയ പേര്, ഇപ്പോൾ പേരെന്തോ മാറിയിട്ടുണ്ട്. ഒരു കമ്മിറ്റി അവിടെ ഉണ്ട്. ആ കമ്മിറ്റി OP ടിക്കറ്റ് ചാർജ്, ഇതര ചാർജുകളിൽ നിന്നൂടെ കളക്ട് ചെയ്യുന്ന കാശിന് 600 പേരിലധികം വച്ചിരിക്കുന്നു എന്ന് പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഈ കമ്മിറ്റിയെ പണ്ടെടുത്തത് എന്താ? ഞാനും ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരാളാണ്. ഈ കമ്മിറ്റികളെല്ലാം ആശുപത്രിയിലും വന്നത് കളക്ട് ചെയ്തിട്ട് നമ്മളീ പറയുന്ന സിസ്റ്റം എറർ ഉണ്ടല്ലോ, അത് പരിഹരിച്ച് മരുന്നും പഞ്ഞിയും വാങ്ങാനാണ്. അത്യാവശ്യ മരുന്നും പഞ്ഞിയും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ, അതിന് കൊടുക്കാൻ ഇപ്പോൾ പണമില്ല. അപ്പോൾ ഇങ്ങനെ ഭരണപരാജയത്തിൽ അങ്ങ് പൂണ്ട് നിൽക്കുമ്പോൾ കേരളത്തിലെ 2 മന്ത്രിമാരാണ് പരസ്പരം തർക്കിക്കുന്നത്. ധനമന്ത്രി പറയുന്നു നമ്മളെല്ലാം തന്നിട്ടുണ്ട്, ആരോഗ്യമന്ത്രി പറയുന്നു ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ പെട്ടു നിൽക്കുന്ന ഒരു സർക്കാരിൽ നിന്നുകൊണ്ടാണ് ഒരു പുതിയ ചർച്ച ഞങ്ങൾ നേടും. ഞങ്ങൾ ഇപ്പോഴത്തെ പുതിയ ഭാഷ അനുസരിച്ച് 3-0 ലോഡിംഗ്, 3ാം ഘട്ടത്തിലെ ഞങ്ങൾ തയ്യാറെടുക്കാൻ. ഈ പറയുന്നതിൻ്റെ ആത്മവിശ്വാസം കേരള ഹൗസിൽ ഗവർണറും ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന്, പഴയ മസ്കറ്റ് ഹോട്ടലിൻ്റെ ചർച്ചയുടെ തുടർച്ചയിൽ നിന്ന് സാക്ഷാൽ സഖാവ് പിണറായി വിജയന് കിട്ടിയതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ആർജവത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച. നേമത്ത് തോറ്റുപോയതിൻ്റെ കുറ്റബോധമൊന്നും BJPക്കില്ല, തൃശ്ശൂർ കിട്ടി, ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ്. 3 സീറ്റിൽ അവിശ്വസനീയമായി അവർ മുന്നേറി. വിനോദനെ, ഇതിനകത്തൊരു 3 സീറ്റ് BJP നേടിക്കഴിഞ്ഞാൽ അവിടെ ഡീല് നടന്നതായിട്ട് തോന്നത്തില്ല. ഒന്നാമത് തിരുവനന്തപുരത്ത് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്, A ക്ലാസ് ആണ്. പിന്നെ തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചതോടുകൂടി BJPക്ക് ഒരു അടിത്തറയുണ്ട്. അപ്പം പാലക്കാട് അവിടെ ഡീല് നടക്കും ഈ 3ഇടത്തും, പക്ഷേ ഡീല് നടന്നതായിട്ട് ജനത്തിന് തോന്നുകയുമില്ല. കാരണം ഇവിടെ എല്ലാം BJPക്ക് അടിത്തറ ഭദ്രമാണല്ലോ എന്ന് കരുതും. 3-ലെത്തിയാൽ തന്നെ BJPക്ക് വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. 2-ൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ കാണുന്ന BJP കേന്ദ്രം ഭരിക്കുന്നത്. അവരെ പിന്നെ എങ്ങനെ വളർത്തിക്കൊണ്ടു പോകണമെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, ഇതിനകത്തുള്ള ഒരു കാര്യം, ഇവർ സ്വാഭാവിക സഖ്യകക്ഷികളാണ്. ഇപ്പോൾ കേരളത്തിലെ പത്രക്കാരത് പറയാത്തതുകൊണ്ടാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ 1977 ശ്രീ ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ സഖ്യത്തിലായിരുന്നു. അതൊരു സത്യമല്ലേ? കോൺഗ്രസിൻ്റെ ഭരണത്തിനെ പരാജയപ്പെടുത്തുക, ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ സ്ലോഗനിൽ ഇവർ ഒരുമിച്ച് നിന്നവരല്ലേ? അപ്പോൾ ആ ഒരുമിച്ച് നിന്നതിൻ്റെ തുടർച്ചയാണ് VP സിംഗിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി അന്ന് ഒരുമിച്ച് നിന്നത് RSSും CPM-ഉമാണ്. പക്ഷെ VP സിംഗിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ഒരുമിച്ച് നിന്നത് BJPയും CPM-ഉമാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഇനി വരാൻ പോകുന്നത്. അവിടെ വോട്ട് മറിക്കും എന്നുള്ള കാര്യത്തിനകത്ത് തർക്കം വേണ്ട. വോട്ട് മറിക്കും, BJPക്ക് നേട്ടം വരുമോ ഇല്ല എന്നുള്ളത് റിസൾട്ടിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും അടക്കം 3 സീറ്റ്. പക്ഷെ തിരുവനന്തപുരം ആറ്റിങ്ങലും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയില്ല. തിരുവനന്തപുരം ആറ്റിങ്ങലും ജനാധിപത്യ ചേരി CPM-ൻ്റെ കള്ളക്കളിയെ ഭേദിച്ചുകൊണ്ട്, ഈ കള്ളക്കളിയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നെയ്യാറ്റിങ്കര പോലൊരു സ്ഥലത്ത് CPM 3ാം സ്ഥാനത്താണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ കഴക്കൂട്ടത്ത്, നമ്മുടെ പ്രശാന്തിൻ്റെ വട്ടിയൂർക്കാവിലെ, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം എങ്ങനെ CPM 3ാം സ്ഥാനത്ത് പോയി? സ്ഥാനാർത്ഥി അത്രയും മോശക്കാരനാണോ പന്നിയൻ രവീന്ദ്രൻ? അപ്പോൾ ഡീലിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു ആശങ്ക അതിനെക്കുറിച്ച് വേണ്ട. പക്ഷെ അത് തൃശ്ശൂർ പോലെ വിജയിക്കുമോ, തിരുവനന്തപുരം ആറ്റിങ്ങലും പോലെ പരാജയപ്പെടുമോ എന്നുള്ളത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കേരളം തെളിയിക്കും. അതിന് വിട്ടുകൊടുക്കില്ല. കാരണം BJPയുടെ പിത്തലാട്ടത്തിന് മാർക്സിസ്റ്റ് പാർട്ടി താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നിൽക്കുകയാണ്. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവർ ഈ വെളിയിൽ പറയുന്ന BJP വൈരുദ്ധ്യമെല്ലാം പച്ചക്കള്ളമാണ്. ഇപ്പോൾ ഗവർണർക്കെതിരെ നടത്തുന്ന ഭാരതാംബ വിവാദം തന്നെ ഇതേ ഗവർണറെയാണ് സ്വീകരിച്ച് ആനയിച്ച്, പഴയ ഗവർണർ പോലെയല്ല ഈ ഗവർണർ എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഇരുന്ന് മാമനും മച്ചമ്പിയുമായി രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചത്. അപ്പം ഇതൊരു തുടർച്ചയാണ്. ഡീലുണ്ട് ഇവിടെ, ആ ഡീല് തുടരും. ആ തുടരും എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഭരണപരാജയത്തിൻ്റെ നടുക്കളത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.